അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ അങ്ങേ ലോകത്തിനാകമാനം അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. താങ്കൾ ലോകത്തിനെല്ലാം അനുഗ്രഹമാണ് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു ആയത്തിൽ കാണാം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. റസൂലിനെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന് അനുഗ്രഹം ചെയ്തു. ഇങ്ങനെ അനുഗ്രഹം എന്ന അഭിസംബോധന മറ്റു പ്രവാചകന്മാരെ യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പോലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. മുഹമ്മദ് എന്ന ഇസ്മ തന്നെ വെറും 4 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അത് പ്രവാചകനെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നബിയെ അഭിസംബോധന ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയായിട്ടുള്ളവരെ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ, ഇങ്ങനെ പദപ്രയോഗങ്ങൾ, സ്നേഹത്തിന്റെ, ലാളനയുടെ, ബഹുമാനത്തിന്റെ പദപ്രയോഗങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധ ഖുർആനിൽ പോലും ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ അത്തരമൊരു പ്രവാചകനെ, ലോകത്തിനാകമാനം അനുഗ്രഹമായി വന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ നമുക്കെങ്ങനെയാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാതിരിക്കാനാവുന്നത്? പ്രവാചകൻ ലോകത്തിന് അനുഗ്രഹമാകുമ്പോൾ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം എടുത്തു പറയണമെന്ന് മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ നല്ല നല്ല ഏടുകൾ നമുക്ക് മുമ്പിൽ സ്മരിപ്പിച്ചുകൊണ്ട്, പ്രവാചകൻ സഹിച്ച ത്യാഗോജ്വലമായ ജീവിത ചരിത്രത്തിന്റെ രേഖ ജനങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിച്ചുകൊണ്ട്, പുണ്യ റബീഇന്റെ ദിനങ്ങളിൽ മദ്രസകളും അതുപോലെ തന്നെ കോളേജുകളും നാടുകളുമൊക്കെ നടത്തുന്ന നബിദിന ഘോഷയാത്രയും നബിദിന പ്രോഗ്രാമുമൊക്കെ എങ്ങനെയാണ് ബിദ്അത്താകുന്നത്? എങ്ങനെയാണ് അത് പാടില്ലാത്തതാകുന്നത്? പ്രണയം തലക്ക് പിടിച്ച, അനുരാഗത്തിന്റെ അങ്ങേ തലയിൽ എത്തി നിൽക്കുന്ന ആളുകൾ, ഇഷ്കിന്റെ പാരമ്യതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പ്രവാചകനോടുള്ള ഇഷ്കും സ്നേഹവും പ്രണയവും പ്രകടിപ്പിക്കാൻ പലവിധ അവസരങ്ങളിൽ പല രൂപത്തിൽ ശ്രമിക്കുന്നു.